ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് ഡ്രാമ ടോക്സ്. അപ്പോൾ നമ്മൾ എറ്റേണൽ ലവ് ഓഫ് ഡ്രീംസ് എന്ന ചൈനീസ് ഡ്രാമയുടെ 10th എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ ഫ്രണ്ട്സും ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയ ചാനലിൻ്റെ വീഡിയോസ് പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടും. ദോങ്കുവാൻ്റെ അച്ഛൻ പറഞ്ഞില്ല ഒരു പ്രശ്നം തീർക്കാണ്ട് അപ്പുറത്തെ രാജ്യമായിട്ട് തന്നെ. അപ്പോൾ നമ്മുടെ ദോങ്കുവായും ലീച്ചിയും ടീനും കൂടി അവിടേക്ക് പോയിട്ട് പ്രശ്നം തീർക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു യുദ്ധം ആവുകയാണ് കേട്ടോ. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ മറ്റേ വാളുകൊണ്ട് ഇങ്ങനെ മുറിവൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പുറത്തെ രാജ്യത്തെ ആൾക്കാർ വന്നിട്ട് ഉപദ്രവിച്ചിട്ട് അപ്പോൾ നമ്മുടെ ഹീറോ നല്ല രീതിയിൽ യുദ്ധം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ ഇടയ്ക്കിടയ്ക്ക് മുറിവാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ചീണ്ടി വന്ന് രക്ഷിക്കുകയാണ്. നമ്മുടെ ഫെഞ്ചു ആണെങ്കിൽ നമ്മുടെ ഹീറോ ഇങ്ങനെ ഫൈറ്റ് ചെയ്യണതും അവനെ ആൾക്കാർ മുറിവ് വയ്ക്കുന്നത് നമ്മുടെ ഫെഞ്ചു കാണുകയാണ്. നമ്മുടെ ഫെഞ്ചു നമ്മുടെ ഹീറോയ്ക്ക് ഇങ്ങനെ പരിക്ക് പറ്റുന്ന കണ്ട് അവൾക്ക് അവിടെ നിൽക്കാൻ തോന്നുന്നില്ല. പെട്ടെന്ന് അവിടെ ഉണ്ടാകുന്ന ഒരു പടയാളിയുടെ ഡ്രസ്സ് നമ്മുടെ ഫെഞ്ചു എടുത്തിട്ടാണ്. എന്നിട്ട് അവളും ആ യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ് കേട്ടോ. അവിടെ നമ്മുടെ ദോങ്കുവാനെ ഉപദ്രവിക്കാൻ വരുന്നവരെ മുഴുവൻ അവൾ ഡിഫീറ്റ് ചെയ്ത് നിർത്തും. അവൾ എല്ലാവരെയും ഇങ്ങനെ യുദ്ധത്തിൽ വാളുകൊണ്ട് കൊല്ലും കേട്ടോ. എന്നിട്ട് നമ്മുടെ ദോങ്കുവാനെ രക്ഷിക്കും. ഇവളിങ്ങനെ മാജിക് പവർ ഉപയോഗിക്കുന്ന കാരണം അവൾക്ക് ബാക്ക് ഫയർ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അവൾ നമ്മുടെ ദോങ്കുവാനെ രക്ഷിക്കാൻ വേണ്ടി പോയതാണ്. ദോങ്കുവയും കാണുന്നുണ്ട് കേട്ടോ ഇവളിങ്ങനെ ഫൈറ്റ് ചെയ്യണത്. നമ്മുടെ ദോങ്കുവാനെ ആരൊക്കെ കൊല്ലാൻ വേണ്ടി വരുന്നോ ഫെഞ്ചു അതിൻ്റെ ഇടയിൽ കയറുന്നത്. ഫെഞ്ചു അതേമാതിരി ചീണ്ടിയും കൂടി മാജിക്കൽ പവറൊക്കെ ഉപയോഗിച്ചതാവും. നമ്മുടെ ഫെഞ്ചു ആണ് മാജിക്കൽ പവർ ഉപയോഗിച്ച് നമ്മുടെ ദോങ്കുവാനെ സേവ് ചെയ്യണം കേട്ടോ. അങ്ങനെ സേവ് ചെയ്യുമ്പോൾ അവൾക്കെല്ലാം ബാക്ക് ഫയർ ആവുന്നുണ്ട്. കാരണം അവൾക്ക് ഇങ്ങനെ ഈ മനുഷ്യ സ്ഥലത്ത് പോയിട്ട് മാജിക്കൽ പവർ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾ ആ പവർ ഉപയോഗിക്കാൻ നല്ല ബുദ്ധിമുട്ടായിട്ട് അവൾക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഒരു ഘട്ടത്തിൽ നമ്മുടെ ഹീറോ വീണു പോവാണ്. നമ്മുടെ ഹീറോ വീണു പോകുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടുത്തെ ആ ഒരാൾ യുദ്ധത്തിന് വേണ്ടി വരും. നമ്മുടെ ഫെഞ്ചു വന്നിട്ട് വേഗം നമ്മുടെ ഹീറോനെ രക്ഷിക്കും. അപ്പോൾ നമ്മുടെ ഹീറോ ചോദിക്കും നിൻ്റെ പേരെന്താ ചോദിക്കും. അപ്പോൾ അവൾ ജൂ എന്ന് പറയുകയാണ് കേട്ടോ. നമ്മുടെ ഹീറോനെ രക്ഷിക്കും അവിടെ നിന്ന്. എന്നിട്ട് അവൾ ഫൈറ്റ് ചെയ്ത് നമ്മുടെ ഹീറോ അങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ഹീറോയ്ക്ക് ഇവള് നമ്മുടെ ഹീറോനെ ലൈഫ് സേവ് ചെയ്തതായിട്ട് കാണും. പക്ഷെ നമ്മുടെ ഹീറോ ചോദിക്കുന്നത് ഇതൊരു ആൺകുട്ടിയാണെന്നാണ് കേട്ടോ. അവൾ ആണെങ്കിൽ നല്ലതായിട്ട് ഫൈറ്റ് ചെയ്ത് നമ്മുടെ ഹീറോനെ കുറേ രക്ഷിക്കാനും നോക്കും കേട്ടോ. പക്ഷെ ഇവൾക്ക് ഈ മാജിക്കൽ പവർ ഉപയോഗിക്കുക കാരണം തന്നെ ഇവൾക്ക് പെട്ടെന്ന് തന്നെ വയ്യാതെ ആവേണ്ട. ഇവൾക്ക് തന്നെ കുറേ പരിക്കുകളൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ നോക്കുമ്പോൾ കാണാൻ നമ്മുടെ ഈ ദോങ്കുവാനെ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവരുടെ അടുത്തേക്ക് ഓടിപ്പോകാൻ വേണ്ടിയിട്ട് വേഗം നോക്കും നമ്മുടെ ദോങ്കുവാനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇവരാണെങ്കിൽ ദോങ്കുവാനെ വീഴ്ത്തിയിട്ടിട്ട് കുത്താൻ വേണ്ടി നോക്കണം. അപ്പോൾ അവൾ പോകാൻ നിൽക്കും. പക്ഷെ അവൾക്കാണെങ്കിൽ അവിടെ നിന്ന് പോകാൻ പറ്റില്ല. കാരണം അവൾക്ക് അത്രയും കുറേ മാജിക്കൽ പവർ ഉപയോഗിച്ച കാരണം അവൾക്ക് ഒട്ടും വയ്യാതെയായി അവളവിടെ വീഴുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഈ നമ്മുടെ ഹീറോയിനെ അവിടേക്ക് വീണിരിക്കുകയും നമ്മുടെ ഹീറോയിനെ ആണെങ്കിൽ ഇവൻ കൊല്ലാൻ വേണ്ടി പോകുമായിരിക്കും കേട്ടോ. ഇപ്പോൾ ഫെഞ്ചൂനാണെങ്കിൽ അവിടെ നിന്ന് നീക്കാനും പറ്റില്ല. അവൾക്ക് സേവ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അവളെ കൊണ്ട് പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ ചീണ്ടി വരികയാണ്. ചീണ്ടി വന്നിട്ട് നമ്മുടെ ഹീറോയിനെ ഇങ്ങനെ ആവുന്നത് അവൻ കാണുകയാണ്. അപ്പോൾ അത് കണ്ട ഉടനെ തന്നെ അവിടെ ഹീറോയിനെ രക്ഷിക്കാൻ വേണ്ടി അവൻ ഓടി വരികയാണ്. നമ്മുടെ ഹീറോയിനെ അവിടെ നിന്ന് രക്ഷിക്കുകയാണ്. നമ്മുടെ ഹീറോ സേഫാണെന്ന് അറിഞ്ഞതും നമ്മുടെ ഫെഞ്ചുവിന് കുറേ സമാധാനമാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ സേഫ് ആയപ്പോൾ അവൾ ഭയങ്കര വീക്കുമായിരുന്നു. അവൾ വേഗം അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. നമ്മുടെ ഹീറോ സേഫായി എന്ന് പറഞ്ഞപ്പോൾ അതിനുശേഷം കാണിക്കുന്ന യുദ്ധമൊക്കെ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോ ആണ് ചീണ്ടിക്കാണെങ്കിൽ കണ്ണിൻ്റെ മുകളിലൊരു മുറിവ് പറ്റിയ കാരണം നല്ല ചോരയൊക്കെ വറന്ന് നിൽക്കുമായിരിക്കും കേട്ടോ. അപ്പോൾ നീ എനിക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത്, നീ എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തില്ലേന്ന് പറയും. അപ്പോൾ നിങ്ങൾ എന്നോട് നന്ദി പറയേണ്ട ഉത്തരവാദിത്തമാണെന്ന് പറയും. നീ എനിക്ക് കൂടെ പറക്കാതെ പോയ ഒരു ബ്രദറിനെ മാതിരിയാണ്. നിനക്ക് എന്തുണ്ടെങ്കിലും ഞാൻ നിന്നെ സേവ് ചെയ്യും. നിന്നെ ഒരിക്കലും ഞാൻ ഒന്നിനും വിട്ടു കൊടുക്കില്ല. നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദോങ്കു ആണെങ്കിൽ ചീണ്ടിക്ക് ഫ്രണ്ട്സ് ആവുകയാണ് കേട്ടോ. ഒരു ബ്രദറിനെ മാതിരിയാണ് നമ്മുടെ ദോങ്കോയ്ക്ക് ഇപ്പം ചീണ്ടിക്കും അത് ദോങ്കോനെ ഭയങ്കര ഇഷ്ടമാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഫെഞ്ചു ആണെങ്കിൽ ഇപ്പോൾ അവളുടെ സ്ഥലത്തേക്ക് പോർക്കാണ് കേട്ടോ. അവൾക്കാണെങ്കിൽ ഒട്ടും വയ്യ. അവൾ ഭയങ്കര വീക്കായിരിക്കുകയാണ് മാജിക്കൽ പവർ ഉപയോഗിക്കുക കാരണം കേട്ടോ. അങ്ങനെ അവളവിടെ വന്നിട്ട് അവളുടെ സ്ഥലത്ത് വന്നിട്ട് പെട്ടെന്ന് അവൾ കയറിയിരുന്ന് ധ്യാനത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. ആ ധ്യാനത്തിന് വേണ്ടി ശ്രമിക്കുമ്പോഴും പെട്ടെന്ന് അവൾക്ക് ചോരയൊക്കെ തുപ്പുന്നുണ്ട് കേട്ടോ. അവൾക്ക് അധികം വയ്യാതെയാവാണ് കേട്ടോ. അത്രയും അവൾക്ക് വയ്യ. കാരണം അവൾ കുറേ മാജിക്കൽ പവേഴ്സ് ഉപയോഗിച്ചു. അവിടെ പോയിട്ട് മാജിക്കൽ പവേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല ഭൂമിയിൽ പോയിട്ട്. പക്ഷെ അവളത് ചെയ്ത കാരണം അവൾക്ക് ഭയങ്കരമായിട്ട് ബാക്ക് ഫയർ ആയ കാരണം അവൾക്ക് നന്നായിട്ട് വയ്യാതെയാവാണ്. എന്നാലും അവൾ ധ്യാനത്തിലിരുന്നിട്ട് കുറച്ചൊക്കെ നല്ല പവർ വരുത്താൻ വേണ്ടി നോക്കും. നമ്മുടെ ഹീറോയിനെ കാണിക്കാട്ടോ. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇപ്പോൾ ജൂവിനെ കുറിച്ച് ആലോചിക്കുകയാണ്. നമ്മുടെ സേവ് ചെയ്തില്ലേ അതൊരു ആൺകുട്ടിയെന്ന് വെച്ചപ്പോൾ അവന് എന്തെങ്കിലും ഒരു പ്രൈസ് കൊടുക്കണം വേണ്ടി ആലോചിക്കുകയാണ്. ഇങ്ങനെ ജൂ എന്ന് പറഞ്ഞ ഒരാൾ നമ്മുടെ പടയാളികളിലുണ്ടോ നോക്ക്, ഉണ്ടെന്നാണെങ്കിൽ അവനെ പിടിച്ചു കൊണ്ടുപോകാ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ പറയും ഇങ്ങനെ ജൂ എന്ന് പറഞ്ഞ ഒരാളില്ല എന്ന് പറയുകയാണ്. ഉണ്ടെന്ന് നീ നോക്കി അവനെ കൊണ്ടുപോകാൻ അവന് എന്തായാലും ഒരു പ്രൈസ് കൊടുക്കണം, എൻ്റെ ജീവനെ രക്ഷിച്ചാന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം കാണിക്കും നമ്മുടെ ഹീറോൻ്റെ ബ്രദർ. ശരിക്കും ഇതിലൊരു ബ്രദറായിട്ട് വേറെ പ്രിൻസസ് ആട്ടോ. അപ്പോൾ അവൻ പറയും ദോങ്കോ മരിക്കുന്ന വിചാരിച്ചു. മരിച്ചു വെച്ചാൽ ഭയങ്കര സങ്കടത്തിലാവുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോ വരികയാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇങ്ങനെ പോരിലൊക്കെ ജയിച്ചു വന്നില്ല. അച്ഛനോട് പറയാം. അപ്പോൾ അച്ഛനും ഭയങ്കര സന്തോഷമാവും. അപ്പോൾ അച്ഛൻ പറയും എനിക്ക് നിന്നോട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്ട് എനിക്കധികം വയ്യാതെയാവണം. എനിക്ക് എന്തെങ്കിലും പറ്റുന്നതിന് മുമ്പായിട്ട് ഞാൻ നിന്നോടത് പറഞ്ഞേ മതിയാവൂ
എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോൻ്റെ അച്ഛനാണെങ്കിൽ നമ്മുടെ ഹീറോയോട് ഭയങ്കര ഒരു ഇമോഷണലായി സംസാരിക്കുകയാണ്. ആ കാര്യം എനിക്ക് നിന്നോടല്ലാതെ വേറെ ആരോടും ഇങ്ങനെ മനസ്സ് തുറന്ന് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു നീ എന്നെ സംരക്ഷിക്കുന്നു പറഞ്ഞിട്ട് ഇവർ കോട്ടയ്ക്ക് പോവാണ്. കോട്ടയ്ക്ക് പോകുമ്പോഴൊക്കെ നമ്മുടെ അച്ഛന് വയ്യാതെയാവും, ഹീറോൻ്റെ അച്ഛൻ നല്ല വയ്യാതെയാവും കേട്ടോ. പറയും ഇത് എനിക്ക് നിന്നോട് മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോൻ്റെ അച്ഛനാണെങ്കിൽ ഇവനെയും കൂട്ടിയിട്ട് ആ കോട്ടയ്ക്കുള്ളിൽ പോയിട്ട് പറയാണ്, ഇത് നീ നന്നായി സംരക്ഷിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. രാജാക്കന്മാർക്ക് മാത്രം അറിയുന്ന ഒരു രഹസ്യമാണ്, വേറെ ആർക്കും ഇവിടെ അറിയ കൂടിയില്ല എന്ന് പറഞ്ഞിട്ട് അവരൊരു ടേബിളിൻ്റെ അടുത്തേക്ക് വരികയാണ്. ആ ടേബിളിൻ്റെ അടുത്തേക്ക് നമ്മുടെ ഹീറോ അവർ അത്ഭുതപ്പെട്ടിരിക്കുക, എന്തൊരു ടേബിൾ നോക്കിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോൻ്റെ അച്ഛൻ വന്നിട്ട് ആ ടേബിളിൻ്റെ അവിടെ ഒരു സംഭവത്തിന് സേവ് ചെയ്യുക, നീ ഇതിനെ നന്നായി സേവ് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു, നീ ഇതിനൊരു അബദ്ധം വരുത്താതെ ഞാൻ സേവ് ചെയ്യണം എന്നൊക്കെ പറയണം. അപ്പോൾ അച്ഛനെ ഞാൻ ഒരിക്കലും ഒരു മോശം വരുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അച്ഛൻ്റെ കഥ പറയട്ടെ. അച്ഛൻ ഇവനും ഇതേമാതിരി ഇങ്ങനെ യുദ്ധത്തിലായിരുന്ന സമയത്ത് ഇവനെ നല്ല യുദ്ധത്തിലായിരുന്ന സമയത്ത് അപ്പുറത്തെ രാജ്യത്തിലെ ആൾക്കാർ ഇതിനു വേണ്ടി വന്ന് യുദ്ധമൊക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവിടെ ഒരു വലിയ ഉൽക്ക പോലൊരു സാധനം വന്ന് വീഴുകയാണ്. ആ വീടിൽ ബാക്കി എല്ലാവരും മരിക്കും. നമ്മുടെ ഹീറോൻ്റെ അച്ഛൻ രക്ഷപ്പെടുകയാണ്. അവൻ നോക്കുന്ന സമയത്ത് അവിടെ ഒരു കല്ലുണ്ടായിരിക്കും. അതാണ് ഈ ആത്മചരയന്ത്രം എന്ന് പറയുന്ന ഈ കല്ല്. ഇത് വന്നതിന് ശേഷം നമ്മുടെ രാജ്യകുലത്ത് ഫുൾ ഭാഗ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ നീ ഇത് എന്ത് വില കൊടുത്തു നീ സേവ് ചെയ്യണം, നീ സേവ് ചെയ്യണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, എൻ്റെ എല്ലാ പ്രതീക്ഷയും നിന്നിലാണ്, അപ്പോൾ നീ ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനോട് പറയാനുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ അച്ഛനിങ്ങനെ ഇമോഷണലായിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത് കേട്ട് നമ്മുടെ ഹീറോ പറയും, അച്ഛൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനിത് എന്തായാലും സേവ് ചെയ്യും, അച്ഛന് തരുന്ന വാക്കാണ്, ഇത് ഒരിക്കലും ഞാൻ നഷ്ടപ്പെടുത്തില്ല, നമ്മുടെ രാജ്യത്തിനൊന്നും ഇതുകൊണ്ട് ഒരു ദോഷം നമ്മുടെ രാജ്യത്തിന് വരാൻ പോകുന്നില്ല, ഞാൻ ഇത് എന്തായാലും ഇതിനെ സേവ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോൻ്റെ അച്ഛനാണെങ്കിൽ നമ്മുടെ ഹീറോന് വാക്ക് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ ഒരു കല്ലൊക്കെ തൊടാനൊക്കെ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ഹീറോൻ്റെ അച്ഛനും പറയും, അതെ എനിക്കറിയാം നീയാണിത് സേവ് ചെയ്യാൻ പോണത് എന്നല്ല എനിക്കറിയാം, അപ്പോൾ ഞാൻ നിന്നിൽ കുറേ പ്രതീക്ഷ അർപ്പിക്കുന്നു പറയണം. അതേസമയം നമ്മുടെ ആകാശത്താണെങ്കിൽ ഒരു പച്ച കളറായി ആവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചൂഹിന് മനസ്സിലാവുകയാണ് ഇവിടെ തന്നെയാണ് ഈ ആത്മചര്യ യന്ത്രം ഉണ്ടാകുന്നത് കേട്ടോ. അതിനുശേഷം നമ്മുടെ ചൂഹിനാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ജീഹിനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ജീഹൻ വന്നിട്ട് ജീഹിനോട് നമസ്കാരം പറയണം. ജീഹൻ പറയൂ നിങ്ങൾ എന്തിനാ ഇപ്പോൾ വന്നെന്ന് ചോദിക്കും. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണമെന്ന് പറയാണ്. പറയും ആ ശരി, ഞാൻ നിങ്ങൾക്ക് കടമപ്പെട്ടവളാണ്, ഞാൻ നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാമെന്ന് പറയാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചൂഹിനാണെങ്കിൽ ചൂഹിൻ്റെ ഒപ്പമുള്ളൊരു പടയാളിയോട് അവിടെ നിന്ന് പോകാൻ വേണ്ടി പറയുകയാണ്. അതിന് ശേഷം നമ്മുടെ ജീഹനോട് പറയുകയാണ്, നീ എങ്ങനെയാണ് ആ കൊക്കയിൽ നിന്ന് താഴെ വീണെന്ന് ഞാൻ കുറേ അന്വേഷിച്ച് പക്ഷേ കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അവൾ പറയും, ഞാൻ നിനക്കൊരു ദോഷം ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇവിടെ നിന്ന് പൊക്കോളാം എന്ന് പറയും. അതൊന്നുമല്ല, നീ എന്തായാലും ഈ ഒരു മരുന്ന് കഴിച്ച് നോക്കുക എന്ന് പറഞ്ഞിട്ട് അവൾക്ക് വേണ്ടിയിട്ട് വേറൊരു മരുന്ന് കൊടുക്കുകയാണ് കേട്ടോ. ചെയ്ത് നിൽക്കണം കേട്ടോ. നിങ്ങൾ തന്ന മരുന്നുകൊണ്ട് എനിക്ക് നല്ല ഉപകാരമുണ്ട്, അതുകൊണ്ട് കുറേയൊക്കെ എനിക്ക് മാറുന്നുണ്ടെന്ന് പറയും. പാവം മാതിരി കുറച്ച് കരയണ മാതിരിയൊക്കെ മുഖം വെച്ച് പറയാണ്, നീ എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യുമോ ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നത് നിങ്ങൾ എന്തായാലും പറയാം, നിങ്ങൾ ചെയ്യാൻ പറയണം. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും പാടെ ഒരു ട്രഷർ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിരുന്നു, അതാണെങ്കിൽ ഇപ്പോൾ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി അച്ഛൻ വെച്ചിരുന്നതോ അതൊരിപ്പോൾ ഒരാളിങ്ങനെ കട്ടുകൊണ്ട് പോയിട്ട് അവരുടെയാണെന്ന് പറയുകയാണ്, നീ അതെടുക്കാൻ വേണ്ടി എന്നൊന്ന് ഹെൽപ്പ് ചെയ്യുമോ ചോദിക്കുകയാണ്. അപ്പോൾ കുറച്ച് വിളിച്ചിട്ട് പറയും, ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും, നിങ്ങളുടെ ജീവൻ വരെ രക്ഷിച്ചിരുന്നു, നിങ്ങൾക്ക് വേണ്ടി ഇതെങ്കിലും ഞാൻ ചെയ്യണ്ടേന്ന് പറയുകയാണ്. നിങ്ങൾക്ക് വേണ്ടി എന്തായാലും ഞാൻ ചെയ്യും, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ജീഹനാണെങ്കിൽ അവൻ്റെ പ്ലാൻ വർക്കായി വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോൻ്റെ അച്ഛനാണെങ്കിൽ ഭയങ്കര വയ്യാതെയായിട്ട് കിടക്കുകയാണ് കേട്ടോ. നമ്മുടെ ഹീറോൻ്റെ അച്ഛനാണെങ്കിൽ ഇപ്പോൾ ശ്വാസമൊക്കെ വലിച്ച് നമ്മുടെ ഹീറോൻ്റെ അച്ഛൻ മരി. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഹീറോൻ്റെ ആൻറ്റി വന്നിട്ട് ഡോക്ടറെ വിളിച്ചിട്ട് എന്താ ഉണ്ടായെന്ന് നോക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ അയാൾ വന്നിട്ട് ഇങ്ങനെ പേപ്പറൊക്കെ വെച്ചിട്ട് അവിടെ നോക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോൻ്റെ അച്ഛൻ ശ്വസിക്കുന്നുണ്ടാവില്ല കേട്ടോ. അപ്പോൾ മരിച്ചു എന്ന് പറയുകയാണ്. എന്നിട്ട് അവരെല്ലാം അതിൻ്റെ ഹോണറബിളായിട്ട് അവിടെ കുമ്പിട്ട് നിൽക്കുകയാണ് കേട്ടോ. കുമ്പിട്ട് കിടക്കുകയാണ് നമ്മുടെ ഹീറോ പിന്നെ അവിടുത്തെ അടുത്ത രാജാവായിട്ട് മാറുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോൻ്റെ അച്ഛൻ മരിച്ച കാരണം രാജാവായിട്ട് മാറുകയാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ ഒരു കോട്ടേനെ കൂടുതലായിട്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ പടയാളികളെ ഇതിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് അത് സംരക്ഷിക്കുന്ന കാര്യത്തിൽ കൂടുതലായിട്ട് ഏർപ്പെടുകയാണ് കേട്ടോ. ഹീറോ എല്ലാ കണക്കും എല്ലാം വൃത്തിയിൽ ചെയ്യുകയാണ്, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും വൃത്തിയിൽ നോക്കുകയാണ് കേട്ടോ. ചൂഹിനാണ് ഇപ്പോൾ അയൽവാസത്തെ രാജാവിനെ കാണാൻ വേണ്ടി പോയിട്ട് പറയുകയാണ്. അവിടെ പോയിട്ട് പറയുകയാണ്, നമസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ആ ആത്മചരേന്ദ്ര എന്ന് പറയുന്ന കല്ലെടുക്കാൻ വേണ്ടി സഹായിക്കുക, പക്ഷേ അതിന് ഞാൻ നിങ്ങളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു അനിയത്തിയുണ്ട്, അവളെ നിങ്ങൾ അഡോപ്റ്റ് ചെയ്തിട്ട് രാജാവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. അങ്ങനെ കല്യാണം കഴിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ആത്മചരേന്ദ്രത്തെ വളരെ എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടി പറ്റും. രണ്ട് രാജ്യങ്ങളും സൗഹൃദത്തിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇങ്ങനൊരു ഐഡിയ പറയുന്നത് നിങ്ങൾ സ്വീകരിക്കുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത് പറഞ്ഞിട്ട് പറയണം. അപ്പോൾ നിങ്ങൾ അതിൻ്റെ
അനിയത്തി എന്തായാലും വിളിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ അനിയത്തിനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനെ ആണെങ്കിൽ ഈ പറഞ്ഞ നിൻ്റെ അനിയത്തി ഭയങ്കര സുന്ദരി തന്നെയാണ്, പക്ഷേ നമ്മുടെ ഈ രാജാവിനാണെങ്കിൽ ഭയങ്കര സംശയം തോന്നുന്നു. കാരണം ഇവൻ എങ്ങനെ ഈ ഒരു ഇതെടുക്കാൻ വേണ്ടിയിട്ട് പോണത്, ഇനി നിൻ്റെ കയ്യിൽ തന്നെ ആ സാധനം വെച്ചിട്ട് നീ ഞങ്ങളെ പറ്റിക്കുകയാണോ എന്നൊക്കെ സംശയം തോന്നുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ രാജാവിന് ഇവന് പറഞ്ഞോട്ടും വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം അത് ഭയങ്കര സെക്യൂർഡായിട്ട് വെക്കുന്ന ഒരു കല്ലാണ് കേട്ടോ. അതങ്ങനെ ആർക്കും എടുക്കാൻ പറ്റാത്തൊരു കല്ലാണ്, അത്രയും സൂക്ഷിച്ച് വെക്കുന്ന കല്ലാണ്. അതെങ്ങനെ ഇവ എടുക്കാൻ പോകുന്നത് നമ്മുടെ രാജാവ് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇവിടെ എന്തായാലും അതിസുന്ദരിയാണ്, ഇവളെ കൊണ്ട് ദോങ്കുവാനെ കല്യാണം കഴിപ്പിച്ചിട്ട് ഇവിടെ അവിടെ പോയിട്ട് നമ്മുടെ ഒരാളെ മാതിരി വർക്ക് ചെയ്യുന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ രാജാവിന് സംശയം എന്നിട്ട് പറയുകയാണ്, ഇവർ രണ്ടുപേരും പിടിച്ചിട്ട് ജയിലിൽ കൊണ്ടിടുന്ന പറയും. നമ്മുടെ ജീഹനെ ആണെങ്കിൽ അവിടെ ഒരു റൂമിലും വെക്കും, പിന്നെ നമ്മുടെ ചൂഹിനാണെങ്കിൽ പോയി ജയിലിൽ കൊണ്ടുവരും. അപ്പോൾ നമ്മുടെ ജീഹൻ അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ രാജാവിനാണെങ്കിൽ വേഗം അവിടേക്ക് എൻ്റെ ഭാര്യ അയക്കാമല്ലോ എന്ന് വിചാരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഒരു വൃത്തിയായിട്ട മനുഷ്യനാണ് കേട്ടോ. ഇത് ഇവളുടെ അടുത്തേക്ക് തന്നെ വരികയാണ്. അപ്പോൾ ഇവളാണെങ്കിൽ ഇനി നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്, ഞങ്ങൾ ഇവിടുന്ന് പോകാൻ വേണ്ടി വിടുമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇവനാണെങ്കിൽ ഇവൾ പറഞ്ഞൊന്നും കേൾക്കണില്ല. എന്നിട്ട് ഇവളാണെങ്കിൽ കയറി പിടിക്കുകയാണ് കേട്ടോ. ഇവള് അവനെ കുറേ ഉന്തിയൊക്കെ മാറ്റും. നീ എന്താടാ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഇവളെ കുറേ ഉപദ്രവിക്കാനൊക്കെ നോക്കും. ഇവളോട് മിസ്ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവൾ ഉന്തി മാറ്റിയിട്ട് വേഗം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവൾക്ക് തല പോയിട്ടൊരു ഭിത്തിയിൽ പോയി ഇടിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവൾ പെട്ടെന്ന് തന്നെ മയങ്ങി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജൂഹിനാണെങ്കിൽ എന്തായാലും എന്നിട്ട് കാര്യമില്ല, അവൻ്റെ മന്ത്ര പവർ ഉപയോഗിച്ചാലും ബാക്ക് ഫയർ ആയാലും വേണ്ടില്ല, അവൻ്റെ മന്ത്ര പവർ ഉപയോഗിച്ചിട്ട് പുറത്തേക്ക് വരികയാണ്. ഇപ്പോൾ നിനക്ക് എൻ്റെ അനിയത്തിനെ ഇത്രയും ഇഷ്ടപ്പെട്ടോ, നീ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഞാൻ വേണമെങ്കിൽ ഇവൾക്ക് ജീവൻ കൊടുക്കാം, പക്ഷെ ഞാൻ പണം തിന്നു മുതൽ നീ കേൾക്കണം എന്ന് പറയുകയാണ്. അതുകൊണ്ട് അനിയത്തി മരിച്ചു പോയി വഴി അതിങ്ങനെ നിനക്ക് ഈ ജീവൻ കൊടുക്കാൻ വേണ്ടി പറ്റാതെ ചോദിക്കട്ടോ. അതൊക്കെ എന്നെക്കൊണ്ട് പറ്റും, പക്ഷെ ഞാൻ പണമാതിരി നീ ഇനി ചെയ്യണം, നിനക്ക് ഞാൻ ഒരു കാര്യം ചെയ്ത് കാണിച്ചത് നിനക്ക് വിശ്വാസമാവുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവനും ആ വിശ്വാസമാവുമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ചൂഹനാണെങ്കിൽ ആ മാജിക്കൽ പവർ ഉപയോഗിക്കുകയാണ്. എന്നിട്ട് ടൈം ട്രാവലർ മാതിരി ഒരു സംഭവം ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ രാജാവ് ഇവനെ പിടിച്ചു കൊണ്ടുവരുന്നതിന് മുമ്പ് ആ ഒരു സദസ്സിലല്ലേ ഇരുത്തിയത്, അതേ സദസ്സിൽ കൊണ്ടേ ഇരുത്തുകയാണ്. അപ്പോൾ നമ്മുടെ രാജാവിന് സംശയം ഇവന് ഭയങ്കര ഒരു മന്ത്രവാദിയാണ്, അപ്പോൾ ഇവൻ്റെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എടുക്കാൻ പറ്റിയെന്ന് വരുന്നതിന് ഒരു ഇത് തോന്നുകയാണ് കേട്ടോ. അപ്പോൾ ഇവനും ശരി ഞാൻ ഇവളെ അഡോപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ രാജാവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ എനിക്ക് സമ്മതമാണെന്ന് പറയുകയാണ്. നമ്മുടെ ചൂഹിൻ്റെ പ്ലാനും വർക്കാകും. പക്ഷേ ചൂഹിനാണെങ്കിൽ ആ മാജിക്കൽ പവർ വല്ലാതെ ഉപയോഗിച്ച് കാരണം അത് അവനൊരു ബാക്ക് ഫയർ ആയിട്ട് മാറുകയാണ്, അവനൊട്ടും വയ്യാതെയാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ തീരുമാനിക്കുകയാണ് നമ്മുടെ ദോങ്കുവായ്ക്ക് ഒരു കല്യാണാലോചന മാതിരി കൊണ്ടുപോകുന്നത്. അതിനുശേഷം നമ്മുടെ ദോങ്കുവാനാണ് കാണിക്കുന്നത്. നമ്മുടെ ദോങ്കു ഇപ്പോൾ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ആ മീറ്റിങ്ങിലാണെങ്കിൽ പെട്ടെന്ന് ചീഹൻ വരികയാണ്. ചീഹൻ വന്നിട്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ നമ്മുടെ ദോങ്കുവാനോട് പറയുകയായിരിക്കും. ആ ഒരു മന്ത്രിയാണെങ്കിൽ അവർക്ക് വേണ്ട ഒരു നോട്ടീസൊക്കെ ഇങ്ങനെ വായിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഹീറോയിനോട് പറയുകയാണ്, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, നമ്മുടെ അയൽ രാജ്യത്തുള്ള ആൾക്കാർ വന്നിട്ട് അയൽ രാജ്യത്തെ രാജാവ് അവരുടെ മകളെ നിങ്ങളോട് കല്യാണം കഴിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടൊരു സന്ദേശം അയച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോ ഇത് വായിച്ചു നോക്കിയിട്ട് നിങ്ങളിതിനെപ്പറ്റി നിങ്ങളെല്ലാവരുടെയും അഭിപ്രായം എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചീഹൻ പറയുന്നത് വേണ്ടായിട്ടില്ല, എന്തോ ഒരു അപകടമുള്ള മാതിരിയാണ് എനിക്ക് തോന്നുന്നത്, എന്തായാലും ചെയ്യാൻ പോകേണ്ട രാജാവേ, അതിന് പറ്റിയാൽ രാജാവിനോട് ചെയ്യരുതെന്ന് പറയുകയാണ്. നമ്മുടെ രാജാവിൻ്റെ ബ്രദറാണെങ്കിൽ പറയുകയാണ് അങ്ങനെയൊന്നുമില്ല, ഇപ്പം നമ്മുടെ രാജ്യം ഭയങ്കര സമാധാനത്തിലാണ് പോകുന്നത്, ഇങ്ങനെ ഇവർ തമ്മിൽ കല്യാണം കഴിച്ചാൽ കൂടുതൽ സമാധാനത്തിൽ പോകുമ്പോൾ യുദ്ധമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുകയാണ്. നമ്മുടെ രാജാവും പറയുകയാണ് ഞാൻ ആലോചിച്ചിട്ട് ഇത് തന്നെയാണ് നല്ലതെന്ന് തോന്നുകയാണ്, അപ്പോൾ ഞാനും അങ്ങനെ ചെയ്യാമെന്ന് പറയുകയാണ്. നമ്മുടെ ചീഹൻ ചീണ്ടി പറയും പറ്റില്ല, രാജാവ് അങ്ങനെ ചെയ്യരുത്, അപകടത്തിലേക്കാണ് പോകുന്നത്, എനിക്കിത് എന്തെങ്കിലും നല്ല സംശയം വേണ്ടി തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ചീണ്ടി അതേമാതിരി രാജാവിന് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജാവാണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ നീച്ച് പോകാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ആദരപൂർവ്വം നമ്മുടെ ഹീറോനെ മുട്ട് കുത്തി നിന്നിട്ട് ഇതാവട്ടും. അതിനുശേഷം നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ചൂഹനാണെങ്കിൽ ആ ഒരു മന്ത്രശക്തി നന്നായിട്ട് ബാക്ക് ഫയർ ആവുകയാണ്. അപ്പോൾ നമ്മുടെ ചീഹൻ വന്ന് ചോദിക്കുകയാണ് എന്ത് പറ്റി ബ്രദറിന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജീഹനോട് ചൂഹൻ പറയാതൊന്നുമില്ല, എനിക്കൊന്നും കുഴപ്പമില്ല, ഞാൻ നീ അവിടേക്ക് പോകുമ്പോൾ നിനക്കൊരാളെയും കൂടി ഒപ്പം തരാൻ വേണ്ടിയൊരു വേലക്കാരത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അവളുടെ മോൻ കാണാൻ മീസുവിനെ മാതിരി തന്നെ ഉണ്ടായിരുന്നു അവിടേക്ക് വരാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ജീഹനാണെങ്കിൽ ഇവളുടെ മോൻ കണ്ട് മീസുവിനെ മാതിരി ഉണ്ട്, ബാക്കിയെല്ലാം അവൾ മറന്നു, പക്ഷേ ഈ ഒരു മുഖം അവൾക്ക് എവിടെ ഭയങ്കര ഫെമിലിയർ ആയിട്ട് തോന്നുന്നു. അപ്പോൾ എനിക്ക് അറിയാം അതൊക്കെ ഞാൻ എന്തായാലും നിങ്ങളുടെ അസുഖം എന്തെങ്കിലും കൂടുതലായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇല്ല നീ ഒന്നും പേടിക്കണം, നീ അവിടെ പോയിട്ട് ഞാൻ പറയണമാതിരിയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൾക്കൊരു സംഭവം കൊടുക്കുകയാണ്. അത് വേറൊന്നുമല്ല, നമ്മുടെ ആത്മസേന്ദ്രത്തിൻ്റെ പിക്ചറാണ്. അത് കൊടുത്തിട്ട് പറയും ഇത് അതിൻ്റെ പടമാണ്, ഇതിനെ സൂക്ഷിച്ച് വേണ്ടി വെക്കണം, ഇത് അവിടെ ആരെയും കാണിക്കാൻ വേണ്ടി പാടില്ല, ഇത് ആരെങ്കിലും ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കത്തിച്ച് വേണ്ടി കാണണം, അല്ലെങ്കിൽ അവർ നിന്ന് കൊല്ലും, അതുകൊണ്ട് നീ നിന്നെ തന്നെ സംരക്ഷിക്കണം എന്നൊക്കെ പറയുകയാണ്. നീ നോക്കി പോയിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നീ അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അവളും പറയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തായാലും അത് ചെയ്തിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ അവളുടെ പിന്നാലെ തന്നെ ആ വേലക്കാരി മീസുവിനെ മാതിരിയുള്ള ആ പെണ്ണും കൂടിയും പോവുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇവൻ വീണ്ടും കുരയ്ക്കുമ്പോൾ ഇവൻ്റെ ആ പടയാളി വന്നിട്ട് ഇവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയായിരിക്കും. അപ്പോൾ എന്നെ തൊട്ട് വരുന്നതുകൊണ്ട് അവനെ ഇപ്പോൾ തള്ളി മാറ്റാണ്. അപ്പോൾ അവൻ ചോദിക്കും നിങ്ങൾ ഇത്രയൊക്കെ പവർ ഉപയോഗിച്ചിട്ട് ആ പെണ്ണിൻ്റെ മുഖം മീസുവിനെ മാതിരി മാറ്റി ചോദിക്കുകയാണ്. അതൊന്നുമല്ല, ആ മീസുവിനെ
ഒരു പാവം പിടിച്ച മുഖം, അതുകൊണ്ട് വിശ്വസിക്കുന്നു പറയുക. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു സാധനം വരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഹീറോയിൻ്റെ മുഖം വരികയാണ്. പെട്ടെന്ന് അവിടെ നമ്മുടെ ചീൻറ്റി വരികയാണ്. പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യുക. അത് മാത്രമല്ല, ഞാൻ അവൻ്റെ ഒരു പടം വരച്ചിട്ടുണ്ട്. ആ പടം നീ ഈ രാജ്യത്തെ എല്ലാവരുടെയും കൊണ്ട് ഒട്ടിച്ച് വയ്ക്ക്. ഇതേമാതിരത്തെ പടം വരച്ചിട്ട് എല്ലാവരുടെയും കൊണ്ട് ഒട്ടിച്ച് വെച്ചിട്ട് അവനെ കണ്ടുപിടിക്കാൻ, എനിക്ക് അവനെ എന്തായാലും കണ്ടുപിടിക്കണം പറയുകയാണ്. അങ്ങനെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ ഫെഞ്ചുവിനെ കണ്ടുപിടിക്കുമെന്നും അതേമാതിരി ആ ജീഹനെ ഇവർ കല്യാണം കഴിക്കുമെന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ഫ്രണ്ട്സോടും സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ കാണുക. ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ഫ്രണ്ട്സോടും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോസ് കാണുക. അപ്പോൾ ചേട്ടാ ബൈ ബൈ. അടുത്ത വീഡിയോസ് പെട്ടെന്ന് തന്നെ വരെ. ലൈക്ക് ചെയ്യാത്തൊരു